ഇന്ത്യ സഖ്യത്തിലേക്ക് പുതിയൊരാൾ കൂടി എത്തുന്നു. കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് RLJP നേതാവ് പശുപതി കുമാർ പരാസ്. ബീഹാറിൽ NDA സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് പരസിന്റെ ഈ രാജി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പാസ്വാനുമായി ധാരണയിലെത്തിയ BJP നേതൃത്വം പരസിനെ കൈയൊഴിയുകയായിരുന്നു. ഇതാണ് രാജി പ്രഖ്യാപനത്തിലുള്ള കാരണം. LJP നേതാവ് ചിരാഗ് പാസ്വാന്റെ അമ്മാവൻ കൂടിയാണ് പശുപതി കുമാർ പരസ്. രാജിക്കു ശേഷം നേതാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: NDA സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദിയുള്ളവനാണ്. എന്നാൽ എനിക്കും എന്റെ പാർട്ടിക്കും അനീതി നേരിടേണ്ടി വന്നു. അതിനാൽ ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. ഇതായിരുന്നു പരസിന്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം NDA സീറ്റ് പ്രഖ്യാപനം നടത്തിയെങ്കിലും പരസിന്റെ RLJPയെ അവർ പൂർണ്ണമായും കൈയൊഴിയുകയായിരുന്നു. സംസ്ഥാനത്ത് BJP 17 സീറ്റിലും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDU 16 സീറ്റിലുമാണ് മത്സരിക്കുക. രാംവിലാസ് പാസ്വാന്റെ LJPക്ക് 5 സീറ്റാണ് അനുവദിച്ചത്. എന്നാൽ RLJPയെ മുന്നണി പരിഗണിച്ചില്ല. ഇതിനു പുറമെ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ സീറ്റ് വീതം അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ പരസ് മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. 2021 പശുപതി പരസ് രാംവിലാസ് പാസ്വാന്റെ മകനായ ചിരാഗുമായുള്ള അഭിപ്രായ ഭിന്നതകൾ തുടർന്ന് RLJP രൂപീകരിച്ചത്. പിന്നീട് ഇവർ ബീഹാറിൽ NDA സഖ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്യുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചുവെങ്കിലും പാർട്ടിക്ക് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ബീഹാർ NDA സഖ്യത്തിൽ സീറ്റ് ധാരണ ഇങ്ങനെയാണ്: BJP 17 സീറ്റിൽ മത്സരിക്കും. നിതീഷ് കുമാറിന്റെ JDUവിന് 16 സീറ്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. സഖ്യത്തിലെ JDUവിന്റെ വല്യേട്ടൻ റോളിലും ഇതോടെ അവസാനമായിരിക്കുകയാണ്. BJP ആ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നു. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 5 സീറ്റിലും, ചിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്കും ഉപേന്ദ്ര കുശാഹയുടെ RLMഉം ഓരോ സീറ്റിൽ വീതം മത്സരിക്കും. BJPയുടെ കരുത്ത് പൂർണ്ണമായും പ്രകടമായ സീറ്റ് വിഭജനമാണ് നടന്നിരിക്കുന്നത്. LJPയുടെ ഉരുക്കുകോട്ടയായ നവാഡയിൽ ഇത്തവണ BJP മത്സരിക്കും. ഷിഹോഹർ JDUവിനും നൽകിയിട്ടുണ്ട്. പകരം ഗയയും കാരക്കാട്ടും BJP ഏറ്റെടുക്കും. കിഷൻഗഞ്ചും JDUവിന് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ സീറ്റിൽ കോൺഗ്രസിനോട് തോറ്റിരുന്നു JDU. അതേസമയം 2019 വലിയ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും BJPയും JDUവും സീറ്റിന്റെ കാര്യത്തിൽ തുല്യരായിരുന്നു. എന്നാൽ ഇത്തവണ നിതീഷ് ദുർബലമായത് BJP മുതലെടുക്കുകയാണ്. ഇതോടെ 50:50 ഫോർമുല പൊളിയുകയായിരുന്നു. നേരത്തെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് NDAയിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഇനിയൊരിക്കലും BJP സഖ്യം വിട്ടു പോകില്ലെന്നാണ് നിതീഷ് കുമാർ പറഞ്ഞിരുന്നത്.